ഷൺമുഖദാസിലേക്കാണ് പോകുന്നത്. ഷൺമുഖദാസിനെ പറ്റി പറയുമ്പോൾ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞാലായിരിക്കും പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയുക. അത്രത്തോളം ആരാധകരുള്ളൊരു സോഷ്യൽ മീഡിയ താരം കൂടിയാണ് അദ്ദേഹം. ശ്രീ ഷൺമുഖദാസ്, ഈ വൈറലാകാൻ വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന പ്രവണതയുണ്ടല്ലോ, അതിനെ നമുക്ക് അത്തരത്തിൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലല്ലോ. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുന്നത്, പ്രത്യേകിച്ച് കുട്ടികളടക്കമുള്ള വലിയൊരു ഓഡിയൻസ് ഉണ്ട് നിങ്ങൾക്കൊക്കെ. അപ്പോൾ അവരോടൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലേ? ഇങ്ങനെ എന്തും കാട്ടിക്കൂട്ടി മോശമായ ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ശരിയാണോ? ബഹുമാനപ്പെട്ട ന്യൂസ് 18 ചാനൽ അവതാരകരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് പറയാവുന്നത് വൈറലാവാൻ വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് മറ്റുള്ളവരുടെ മേലോട്ട് കയറും, മറ്റുള്ളവർക്ക് ഉപദ്രവമായി വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലേ? വൈറലാവാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് ഡാൻസ് കളിക്കാൻ വീട്ടിൽ നിന്ന്, ഞാനാണ് ഡാൻസ് കളിച്ചാളാ. തുടക്കകാലത്ത് ഡാൻസ് ഒക്കെ വീട്ടിൽ നിന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഡാൻസ് കളിച്ചൊരു വ്യക്തി ഞാൻ അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ആണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അത് ബുദ്ധിമുട്ടാവാതെ നോക്കേണ്ടത് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട യൂട്യൂബർ അദ്ദേഹം കാണിച്ചു വിട്ട് ശരിക്കും ഓവറാണ് എന്റെ അഭിപ്രായത്തിൽ. ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. എന്താ വെച്ചാല് അദ്ദേഹത്തിന് ചെയ്യാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചെയ്യാം, അതുപോലെ തന്നെ വീട്ടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് ചെയ്യാം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ റോട്ടിലേക്ക് ഇറങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് റോട്ടിലേക്ക് ഇറങ്ങി മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാന്ന് പറയുമ്പോൾ അത് തീർച്ചയായും നിയമമായ നടപടി സ്വീകരിക്കപ്പെട്ടത് തന്നെയാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും. ഞാൻ ശ്രീമതി സജിതയിലേക്ക് കൂടി പോവുകയാണ്. സജിത, ഇവിടെ ഇപ്പോൾ ഷൺമുഖദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, വീട്ടിലിരുന്നിട്ടാണെങ്കിൽ തങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇഷ്ടമുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ സത്യമാണ്. ഇപ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിൽ ചെയ്യുന്നത് കൊണ്ട് ദോഷമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ആലപ്പുഴയിലെ വ്ളോഗർ ഇത്തരത്തിൽ സ്വിമ്മിംഗ് പൂള് കാർ സ്വിമ്മിംഗ് പൂളാക്കി റോഡിലേക്ക് ഇറങ്ങി റോഡ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി, അങ്ങനെയുള്ള വിഷയങ്ങളല്ലെങ്കിൽ പോലും വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന കണ്ടന്റുകൾക്കും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ട കാര്യമില്ലേ? കാരണം ഇത് കാണുന്ന വലിയൊരു ഓഡിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കുട്ടികളടക്കമുള്ളവർ, അവരെ വലിയ രീതിയിൽ മോശമായി സ്വാധീനിക്കുന്നില്ല. അത്രത്തോളം സ്വാധീനം ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഇന്ന് ഈ കാലത്ത് ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ, അല്ലേ? തീർച്ചയായും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നമ്മുടെ വ്യക്തി ജീവിതത്തെയും വരെ വളരെയേറെ സ്വാധീനിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓരോരുത്തരും അവനവന്റെ കർമ്മ മേഖലയിൽ അറിയപ്പെടാനും കയ്യടി നേടാനും ഒക്കെ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയും തന്റെ വ്യക്തിത്വം തന്നെ പണയം വെച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് ലൈക്ക് കിട്ടുക, വൈറലാകുക, അങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഏതൊരു കോപ്രായത്തിലേക്കും പോകുമ്പോൾ അവര് പ്രശസ്തനാകുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അവരുടെയൊക്കെ ഉള്ളില് നമ്മൾ പഴയ ഒരു സിനിമ കണ്ട പോലെ ഒരു പ്രശസ്തനാകാൻ വേണ്ടി കൊതിക്കുന്ന ഒരു പ്രാഞ്ചിയേട്ടനുള്ളിൽ കിടപ്പുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു ത്വരയാണ് ഈ കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, കുട്ടികളെ ഇതിനു മുമ്പും ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇത്തരം കോപ്രായങ്ങള് വ്യക്തി ജീവിതത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും സമൂഹത്തെ ബാധിക്കുന്ന തരത്തിലാണെങ്കിലും കുടുംബപരമായിട്ടൊക്കെ ഇപ്പൊ ഒരമ്മ തന്നെ, ഒരമ്മയല്ല പല അമ്മമാരും നമ്മൾ കണ്ടതാണ്. എന്നാള് കുട്ടിയെ വെച്ച് തന്റെ നഗ്നമേനിയില് ചിത്രം വരപ്പിക്കുക, അശ്ലീല ചുവയുള്ള നൃത്തം മകനോടൊപ്പം ചെയ്യുക, ഇങ്ങനെ നിരവധി തരത്തില് അവർക്കൊക്കെ വേണ്ടത് അവരുടെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടത് കുറെ ആളുകളുടെ ലൈക്ക്, പേര്, പ്രശസ്തി, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഇത്തരം ആൾക്കാർ കടന്നു പോകുന്നത്. അത് മാനസികമായ ഒരു തകർച്ച കൂടിയാണ്. കാരണം നമുക്ക് പ്രശസ്തി വേണം, എല്ലാവരും പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണ്, തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ സോഷ്യൽ മീഡിയ നല്ലൊരു വേദിയാണ്. പക്ഷെ മറുവശത്ത് ഈ ലജ്ജയുടെ പരിധി ലംഘിച്ചുകൊണ്ടാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത്. സാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് മാറരുത്. തീർച്ചയായും. ശ്രീ ഷൺമുഖദാസ്, ഇപ്പോൾ ശ്രീമതി സജിത സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഈ പരിധി നിശ്ചയിക്കേണ്ടത് അവനവൻ തന്നെയാണ്, ഈ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ്. ഈ എന്തിനും ഏതും സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുക എന്നുള്ളത് കേവലം പണം ലഭിക്കുക, കൂടുതൽ ലൈക്ക് കിട്ടുക എന്നതിനപ്പുറം സ്വയം ഒരു പരിധി നിശ്ചയിക്കേണ്ടേ? മറ്റുള്ളവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ താങ്കൾക്ക് തന്നെ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ലേ? അങ്ങനെ ഒരു അനുഭവം
ഉണ്ടോ പറയാൻ? തീർച്ചയായും നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയിലുള്ള രംഗങ്ങളൊക്കെ സിനിമയായി തന്നെ കാണണമെന്നാണ് എന്റെ അഭിപ്രായം, അല്ലെ? ഇപ്പൊ സിനിമയുടെ ഷൂട്ടിംഗ് നമ്മൾ പൊതു സ്ഥലത്ത് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ അത് സിനിമയുടെ ആൾക്കാർ ബന്ധപ്പെട്ട ആളുകളെ കണ്ട് അതിന്റെ ലൈസൻസും കാര്യങ്ങളും വാങ്ങിയിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് സിനിമയിൽ അതേ സീന് നമ്മളെ യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ മറ്റുള്ള ആൾക്ക് അനുകരിക്കുന്ന സമയത്ത് യാതൊരു ലൈസൻസും ഒരു അതോറിറ്റിയിൽ നിന്ന് വാങ്ങുന്നില്ല. അതോറിറ്റി ലൈസൻസ് കൊടുക്കാത്തത് വേറെ കാര്യം. അതൊന്നും ചെയ്യാത്ത സിനിമയിലെ സീന് ആ ആവേശം സിനിമ ഞാൻ കണ്ട സിനിമയാണ്. അതിലെന്താണ്, ഒരു വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഒരു വണ്ടീന്റെ ഉള്ളിലാണ് ഒരു ടാർപോളിയും വെച്ച് സ്വിമ്മിംഗ് പൂളായി ഉപയോഗിക്കുന്നത്. ഇതിപ്പോ അങ്ങനെയാണോ? ഇത് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് അത് പൊതുസ്ഥലത്തേക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മളെ MBDന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇറങ്ങുന്നത് കൊണ്ടാണ് ഇതുപോലത്തെ വിഷയങ്ങൾ വരുന്നത്. ഞാനൊരു ഉദാഹരണം മാത്രം പറയല്ല. അതായത് ഇതുപോലെ തന്നെ മറ്റു ആളുകളെ നമ്മൾ ചെയ്യുന്ന വീഡിയോ മറ്റുള്ള ആൾക്കാർ കാണണം, ലൈക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ വേറെ ആൾക്കാരെ നെഞ്ചത്ത് കയറിയിട്ട് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു യോജിപ്പില്ല. നമ്മളെ ചെന്നൈയിൽ ഇതിനു മുമ്പ് സംഭവിച്ച കാര്യം, ഇതിനു മുമ്പ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരു പോലീസുകാരിയോട് കുറച്ച് മോശമായി പെരുമാറി എന്റെ യൂട്യൂബേഴ്സിനെ അവര് ജയിലിലൊക്കെ ആക്കിയിരുന്നില്ല, അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം കേരളത്തിൽ വരുന്ന സംഭവമാണത്. അതെ, അന്ന് ഹൈക്കോടതിയുടെ പരാമർശം കൂടി ആ ഒരു വിഷയത്തിൽ വന്നിരുന്നു. ഇത്തരത്തിൽ എന്തും കാട്ടിക്കൂട്ടുന്നതാവരുത് കണ്ടന്റുകൾ എന്നായിരുന്നു അന്ന് കോടതി പറഞ്ഞത്. അത്രത്തോളം ഉത്തരവാദിത്തമുള്ള ഒരു ജോലി കൂടിയാണ് ഈ യൂട്യൂബ് വ്ളോഗിംഗ് എന്നുള്ളത് കൂടി കോടതി അന്ന് സൂചിപ്പിച്ചിരുന്നു. അതേ സെയിം സംഗതി തന്നെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത്, അല്ലെ? കാട്ടിക്കൂട്ടാം, ലൈക്കൊക്കെ നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷെ അത് വേറെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചാൻ പാടില്ല എന്നൊരു ഒരൊറ്റ പ്രിൻസിപ്പിൾ എനിക്കുള്ളൂ. ഞാനും വീഡിയോ ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷെ ആ പ്രിൻസിപ്പിൾ ലംഘിച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം എല്ലാ യൂട്യൂബേഴ്സിനോട്.